കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലയാളികളുടെ പ്രിയപ്പെട്ട നടി അനുപമ പരമേശ്വരൻ്റെ ഒരു പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ തനിക്ക് ഒരു ചെറിയ പ്രണയ നൈരാശ്യം സംഭവിച്ചുവെന്നും ഒരാളുടെ പക്കൽ നിന്നും തനിക്ക് ചെറിയ രീതിയിലൊരു ചതി നേരിടേണ്ടി വന്നതായും തന്നെ താരം പറയാതെ പറഞ്ഞ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഇപ്പോൾ ഇതാ അതിനെ ചൂണ്ടിക്കാട്ടി പലരുടെയും ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരികയാണ് നടിയുടെ ആ വെളിപ്പെടുത്തൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നതെന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ആരാധകരെല്ലാവരും തന്നെ ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെയാണ് അന്വേഷിക്കുകയും ചെയ്യുന്നത്. എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്കിഷ്ടമുള്ളത് ഞാൻ പോസ്റ്റ് ചെയ്യും. എന്തൊക്കെ പോസ്റ്റ് ചെയ്യണം ചെയ്തുകൂടാ എന്ന് പറയാൻ നിങ്ങൾക്കാകില്ലല്ലോ. എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ പങ്കുവയ്ക്കും. അതേ നടക്കൂ. കാരണം ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ഞാൻ ആർക്കെതിരെയും സംസാരിച്ചിട്ടില്ല, ഞാൻ ആരെക്കുറിച്ചും മോശം പരാമർശം നടത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാൻ സാധിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. പ്രേക്ഷകരെല്ലാവരും ഇതനുസരിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും വളരെയധികം കൃത്യമായി തന്നെ ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നത്. അനുപമ പരമേശ്വരനും വിക്രമിന്റെ മകൻ ധ്രുവ് വിക്രമുമായി തന്നെ സൗഹൃദ ബന്ധത്തിലായിരുന്നുവെന്നും ആ സൗഹൃദം തന്നെ ഇപ്പോൾ നിരാശയിലേക്ക് അകന്നപ്പോഴാണ് അനുപമ പരമേശ്വരൻ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അനുപമ പരമേശ്വരനെ കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ട് എത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരും ഇതനുസരിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് എന്ന് പറയാം. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുമ്പോൾ എല്ലാവർക്കും വളരെ നന്നായി സംസാരിക്കാൻ പറ്റുന്നതും അനുപമയുടെ വിഷയം തന്നെയാണ്. അനുപമയും ധ്രുവ് വിക്രമും നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇരുവരും എല്ലാ തവണയും ഒരുമിച്ച് തന്നെയായിരുന്നു ട്രിപ്പുകൾ പോകാറുണ്ടായിരുന്നത്. ആ പോകാറുണ്ടായിരുന്ന കഥകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഓരോന്നും ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് പറയാം. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയും ഇത് തന്നെയാണ് എന്നുകൂടി പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുമ്പോൾ എല്ലാവരും ഇപ്പോൾ അനുപമയോട് കാര്യങ്ങൾ ചോദിക്കുന്നു. അനുപമയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ പങ്കുവയ്ക്കാം. എന്നാൽ അനുപമ പങ്കുവയ്ക്കുന്നതും മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അത് മാറുന്നത്. അതല്ലേ തെറ്റ് എന്നാണ് പലരും ചോദിക്കുന്നത്. അനുപമ ഇത്തരത്തിൽ ചെയ്യുന്നതിൽ അനുപമയുടേതായ ശരികൾ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ അനുപമയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കാം. എന്നാൽ ഇത്തരത്തിലല്ല പ്രതിഫലിക്കുന്നത് എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.